നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലിനെ ബി.ജെ.പി മത്സരിപ്പിക്കും. പത്മജ മത്സരത്തിന് ഇറങ്ങണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പത്മജയെ തൃശൂരിൽ മത്സരിപ്പിക്കാനാണ് താല്പര്യം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ തന്നെയായിരിക്കും പത്മജയെ തൃശൂരിൽ മത്സരിപ്പിക്കുന്നത്. എ ക്ലാസ് മണ്ഡലമായി ബി.ജെ.പി എല്ലാ കാലത്തും പരിഗണിക്കുന്ന ഒരു സീറ്റാണ് തൃശൂർ. നേരത്തെ പത്മജയെ ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നായിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നത്. അതിനായി കുപ്പായം തയ്പ്പിച്ചിരിക്കുകയായിരുന്നു പത്മജ. എന്നാൽ ഇപ്പോൾ തൃശൂരിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യം മുൻനിർത്തിയാണ് പത്മജയെ മത്സരിപ്പിക്കുന്നതെന്നാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം അതിന് പച്ചക്കൊടി കാണിക്കുന്നത്. പിന്നിൽ നിന്ന് കുത്തിയവരുടെയും കാലുവാരികളുടെയും പേരെടുത്ത് പറഞ്ഞാണ് 2024 മാർച്ച് 7 ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തി പ്രകാശ് ജാവേദ്കർ കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാലിന് ബി.ജെ.പി അംഗത്വം നൽകിയത്. ഉസീത്ത് പ്രകാരം കെ കരുണാകരന്റെ സ്മൃതി കുടീരം ഇരിക്കുന്ന മുരളി മന്ദിരത്തിന്റെ അവകാശിയാണ് പത്മജയെങ്കിലും കരുണാകരനെ ആഘോഷിച്ച തൃശ്ശൂർകാർ പത്മജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനൊരു അവസരം നൽകിയിട്ടില്ല. സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത എൻട്രിയാണ് കഴിഞ്ഞ തവണ 956 വോട്ടുകൾക്ക് പത്മജ വീണത്. ഇത്തവണ തൃശ്ശൂരിൽ പത്മജയെ പിന്തുണയ്ക്കാൻ സുരേഷ് ഗോപി എത്തുമെന്നതാണ് മറ്റൊരു കൗതുകം. അതേസമയം ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം ബി.ജെ.പി മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. നേമത്ത് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനുമാണ് മത്സരിക്കുന്നത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രന്റെ പേര് പരിഗണനയിലുണ്ട്.